സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കെതിരെ ഡിജിപി യോഗേഷ് ഗുപ്ത. വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് യോഗേഷ് ഗുപ്ത വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. രഹസ്യ സ്വഭാവമുള്ള കാര്യമായതിനാൽ മറുപടി പോലീസ് ആസ്ഥാനം നൽകിയില്ല. ഇതേ തുടർന്നാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് യോഗേഷ് ഗുപ്ത റവാഡ ചന്ദ്രശേഖറിനെ കത്ത് നൽകിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി യോഗേഷ് ഗുപ്ത സർക്കാരിന്റെ അപ്രീതിക്ക് പാത്രമാണ്. അദ്ദേഹം ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവി ചുമതലയാണ് വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും വിജിലൻസ് ക്ലിയറൻസ് നൽകിയിരുന്നില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പോർട്ടലിലും അപേക്ഷ നൽകിയിരുന്നു. ഇതുകൂടാതെ നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നൊരു കത്ത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ലഭിച്ചിരുന്നു. വിജിലൻസ് ക്ലിയറൻസ് പോലീസ് മേധാവി നൽകണമെന്നുള്ളതായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ക്ലിയറൻസ് നൽകാൻ കഴിയില്ല എന്ന് പോലീസ് ആസ്ഥാനത്ത് തീരുമാനമെടുക്കുന്ന സമയത്താണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്. അതിനുശേഷമാണ് പുതിയ പോലീസ് മേധാവിയോട് വിവരാവകാശ പ്രകാരം യോഗേഷ് ഗുപ്ത വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് രഹസ്യ ബ്രാഞ്ചിൽ ഉൾപ്പെടുന്ന കാര്യമായതിനാൽ തനിക്ക് തരാൻ കഴിയില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി വിവരാവകാശ ഓഫീസർ മറുപടി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അനുദിനം താറുമാറാകുകയാണ് എന്ന് യോഗേഷ് ഗുപ്ത രൂക്ഷ വിമർശനം ഉന്നയിച്ചത്.